അപ്പോൾ നമുക്ക് ഫൈൻഡ് വെദർ 1156, 1156 ആൻഡ് 2800 ആർ പെർഫെക്റ്റ് സ്ക്വയർസ് യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ. നമുക്ക് നോക്കാം പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് 1156 നോക്കാം. 1156. സോ 1156 എന്ന് പറയുന്ന നമ്പർ ആദ്യം നമുക്ക് ഏതിൻ്റെയൊക്കെ ബിറ്റ്വീൻ ആയിരിക്കും ഇതിൻ്റെ നമ്പേഴ്സ് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം 30 സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ് അല്ലേ. 900ഉം ഈ നമ്പറുള്ളത് 900ൻ്റെ അപ്പുറത്തും പിന്നെ 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 സ്ക്വയർ 1600 ആണ്. അപ്പോൾ ഈ നമ്പർ എപ്പോഴും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് അല്ലേ, 1600. അപ്പോൾ 13ൻ്റെയും 14ൻ്റെയും ഇടയിലായിരിക്കും അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 13ൻ്റെയും 14ൻ്റെയും ഇടയിലുള്ള റൂട്ട് 6 ലാസ്റ്റിൽ വരുന്നത്, അതായത് യൂണിറ്റ് പ്ലേസിൽ വരുന്ന റൂട്ട് ഏതിൻ്റെയൊക്കെ ആവാം. 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 34 ആവാം നമ്പർ, പിന്നെ അല്ലെങ്കിൽ 36 ആവാം. അല്ലാതെ 6 ലാസ്റ്റ് വരുന്ന നമ്പേഴ്സ് ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ 34 ആയിരിക്കാം ഇതിൻ്റെ ആൻസർ, അല്ലെങ്കിൽ 36 ആയിരിക്കാം. നൗ ലെറ്റ് us സീ, നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് 2, സോ 5 2s are 10, then 15, 7 2s are 14, then 16, 8 2s are 16. Now 2 2s are 4, 16 8 2s are 16, 9. Now 289. 289 നമുക്ക് നോക്കാം. 9 ലാസ്റ്റ് ഉള്ളതുകൊണ്ട് 3 8 ട്രൈ ചെയ്ത് നോക്കാം. 3 8 ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 9 3s are 27. 27 കഴിഞ്ഞ് കഴിഞ്ഞാൽ 19. 19 is not completely divisible. So 3 is not the answer. സോ നമുക്ക് 289 ചിലപ്പോൾ എന്തിൻ്റെങ്കിലും സ്ക്വയേഴ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് 289 എന്തിൻ്റെങ്കിലും സ്ക്വയർ ആണോ എന്ന് നോക്കാം. ഇഫ് യു നോ ദ ടേബിൾ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ ആൻസർ. ഇഫ് യു ഡോണ്ട് നോ ദ ടേബിൾ ഓഫ് multiplication table of numbers until 20, it would be difficult. So let's see how to find out this. 289 എന്തിനെങ്കിലും സ്ക്വയർ ആവാൻ സാധ്യതയുണ്ട് 9 ലാസ്റ്റിലുള്ളതുകൊണ്ട്. സോ 15 സ്ക്വയർ നിങ്ങൾക്ക് അറിയോ? 15 സ്ക്വയർ 225 ആണ്. അപ്പോൾ 225ന് 15ൻ്റെ മേലുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കും 289. പിന്നെ സാധ്യത ഉള്ളത് 20 സ്ക്വയർ എന്താ 400. അപ്പോൾ 15ൻ്റെ മേലെയും 20ൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 15 9 ലാസ്റ്റിൽ വരുന്നത് ഏതാ? 15 16 17ൻ്റെ സ്ക്വയർ ആവാൻ സാധ്യതയുണ്ട് 289. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 17ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ലെങ്കിൽ നിങ്ങളിങ്ങനെ മെത്തേഡ് യൂസ് ചെയ്യും. ഇഫ് യു നോ ദ ടേബിൾ ആൻഡ് യു നോ ദ ആൻസർ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് 17 is the square of this. 17 times you will get 17 times 17 is equal to 289. So 17. And here you can write prime factorization of this thing is equal to 2 times 17 times 70. Now we are going to pair it. So 2 times 70. What is 2 times 17? So root of 15 is equal to root of 2 times 17. That is equal to 17 times 2 is equal to 34. So root of 1156 equal to 34 is the answer. Now what is the for the next 2800? പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് 2800 കാണാം. 2800 എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ബിറ്റ്വീൻ ആണ്? അത് നമുക്ക് നമ്പർ ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 50 സ്ക്വയറിൻ്റെയും 60 സ്ക്വയർ അല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെയും 50 സ്ക്വയർ എത്രയാണ്? 2500. 15നേക്കാളും വലുതാവാൻ സാധ്യതയുണ്ട്. പിന്നെ 3600ൻ്റെക്കാട്ടിലും ചെറുതുമാണ്. സോ നമുക്ക് ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. 2800 പ്രൈം ഫാക്ടറൈസേഷൻ 2 1 2
So after completing the prime factorization of this number, you will get like this. 2800 prime factorization എന്ന് പറയുന്നത് 2 times 2 times 2 5 times 5 times 7. സോ നമുക്ക് ഇവിടെ ക്ലബ് ചെയ്യാൻ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. 2സിനെ ഗ്രൂപ്പ് ചെയ്തു, 5നെ ഗ്രൂപ്പ് ചെയ്തു. യെസ്, ഹിയർ യു കനോട്ട് മേക്ക് എ ഗ്രൂപ്പ് ഓഫ് 7. So this is not a complete square of, it's not a perfect square of any number. ഈവൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം സീറോ ഉള്ള ഈ നമ്പേഴ്സിൻ്റെ ഡബിൾ സീറോ ആകുമ്പോൾ ഇത് രണ്ടും അല്ല ഈ നമ്പർ. 50 സ്ക്വയറും അല്ല 60 സ്ക്വയറും അല്ല. വേറെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സീറോ ഉള്ള നമ്പർ ഇല്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് സീറോ ലാസ്റ്റിൽ വരണ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ പോകണില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദിസ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർസ്. പക്ഷേ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി ദിസ് 2800 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം നമ്മൾ ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് കണ്ടു കഴിഞ്ഞു. Now the next, we can estimate the square root of larger perfect squares by looking at the closest perfect squares we are familiar with and then narrowing down the interval to search. അപ്പോൾ നമുക്കൊരു വലിയ നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമ്പേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന അടുത്തടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ നമ്പർ കണ്ടിട്ട്, അതായത് സീറോ ഉള്ള നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമുക്ക് അറിയാം എന്താവുന്ന, അത് കണ്ടിട്ട് അതിനെ നാരോ ഡൗൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഈ പ്രൈം ഫാക്ടറൈസേഷൻ അല്ലാത്തൊരു മെത്തേഡ്, അത് നമ്മൾ ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം 1936ൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് ഇതിൽ കാണുന്നത് സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ 1936 എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഇടയിലുള്ള നമ്പേഴ്സാണ്, നമുക്ക് അറിയാവുന്ന സ്ക്വയേഴ്സ് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്നുള്ളത് നോക്കാം. അപ്പോൾ 40 സ്ക്വയറിൻ്റെയും 1600 ആണ് 40, 2500 ആണ് 50. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഈ 1936 എന്നുള്ളത് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ലാസ്റ്റ് ഡിജിറ്റ് ഏതാണെന്നുള്ളത്. ലാസ്റ്റ് ഡിജിറ്റ് 6 ആയിക്കഴിഞ്ഞാൽ ഏതിൻ്റെയൊക്കെ ആവാം 14ൻ്റെയും 15ൻ്റെ ഇടയിൽ, ഒന്നുകിൽ 44ൻ്റെ ആവാം അല്ലെങ്കിൽ 46ൻ്റെ ആവാം. നൗ ഇവിടെ 45ൻ്റെ നമുക്ക് രണ്ടും ഒന്ന് 44ൻ്റെ താഴെയാണ്, ഒന്ന് 45ൻ്റെ താഴെയാണ്, ഒന്ന് 45ൻ്റെ എബവ് ആണ്. അപ്പോൾ 45ൻ്റെ സ്ക്വയർ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ 44 ആണോ 46 ആണോ എന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ 45ൻ്റെ സ്ക്വയർ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അത് 45 എന്ന് പറയുന്നത് 40 + 5 ആണ് അല്ലേ. അപ്പോൾ 40 + 5ന് നമ്മൾക്ക് 45 സ്ക്വയറിന് നമുക്ക് 40 + 5 സ്ക്വയർ എന്ന് എഴുതാം. ഇത് നമുക്കറിയാം a+b² എന്നുള്ള ഒരു ഇക്വേഷനായിട്ട് മാറും. അതിന് നമുക്ക് എന്തായി മാറും 40 സ്ക്വയർ + 2ab, 2 × 40 × 5 + 5 സ്ക്വയർ. 40 സ്ക്വയർ എന്ന് പറയുന്നത് 1600, 2ab എന്ന് പറയുന്നത് 400 + 5 സ്ക്വയർ 25. അങ്ങനെ നമുക്ക് 2025 എന്നുള്ള ആൻസർ കിട്ടി. ഇനി ഈ 2025 ഇതിൻ്റെ 1936ന് ചെറുതാണോ വലുതാണോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി 2025ൻ്റെ താഴെയാണ് 1935 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം 44 ആയിരിക്കും ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു മെത്തേഡ്. ഇനി നെക്സ്റ്റ് ഒരു ഗെയിമിനെ പറ്റിയിട്ടാണ്, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്, ഒരു ഗെയിമിനെ പറ്റിയിട്ട് പറയുകയാണ്. ഇപ്പോൾ അറിബം ബിജോയും ഒരു ഗെയിം കളിക്കുകയാണ് ക്ലാസ്സിലിരുന്നിട്ട്. അപ്പോൾ അവർക്ക് നമ്പർ ഒക്കെ ഇഷ്ടമുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ക്ലാസ്സിൽ കളിക്കാവുന്നതാണ്. അപ്പോൾ അറിബം സ്റ്റാർട്ട് ചെയ്തു 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജോയ് ക്വിക്ക്ലി എന്ത് ചെയ്യും 5 എന്നതിൻ്റെ റൂട്ട് സ്ക്വയർ പറയണം, സ്ക്വയർ റൂട്ട് ഓഫ് 25 പറയണം. അപ്പോൾ 81 പറഞ്ഞു. നെക്സ്റ്റ് നമ്പർ 9. വി നോ ദാറ്റ് ബിക്കോസ് ദൂസ് ആർ പെർഫെക്റ്റ് സ്ക്വയർ. നൗ അരിബം കുറേ അവർ കളിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ 250 പറഞ്ഞു. 250 ഒരു നമ്പറിൻ്റെയും പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലേ. പക്ഷേ ഇതിന് നമുക്ക്, അപ്പോൾ അരിബം പറഞ്ഞു എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യേ, അറ്റ്ലീസ്റ്റ് ഏതിൻ്റെ ക്ലോസ് ആയിട്ടാണ് ഈ 250 വരിക എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്കത് കണ്ടുപിടിച്ചാലോ. അപ്പോൾ 250 എന്ന് പറയുന്നത് 100ൻ്റെ മേലെയാണ്, എന്നാൽ 400ൻ്റെ താഴെയാണ്. 10 സ്ക്വയറിൻ്റെയും 20 സ്ക്വയറിൻ്റെയും ഇടയിലാണ്. ഇനി നമുക്ക് നോക്കാവുന്നത് 10ൻ്റെയും 20ൻ്റെയും ഇടയിലായിരിക്കും സ്ക്വയർ റൂട്ട് എന്നുള്ളത് മനസ്സിലായി. നൗ 15 സ്ക്വയർ നമുക്കറിയാം 225 ആണ്. 15 സ്ക്വയർ അറിയാം നമുക്ക്.
16 ആൻസർ അറിയാം നമുക്ക്. 20 വരെ നമ്മൾ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 16 256 ആണെന്ന് അറിയാം. അപ്പം ഈ 15 16 ഇടയിലായിരിക്കും ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 250 എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ 250 എന്തിൻ്റെ ക്ലോസസ്റ്റ് ആണ്? 250 എന്ന് പറയുന്നത് 16 ക്ലോസസ്റ്റ് ആണ്. 16 ക്ലോസസ്റ്റ് ആയതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ടോ 16 ആയിരിക്കും. 16 ആയിരിക്കും സ്ക്വയർ റൂട്ട്. അങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 250 അപ്രോക്സിമേറ്റ്ലി നമുക്ക് 16 എന്ന് പറയാം. അപ്പം നെക്സ്റ്റ് ഒരു പ്രോബ്ലം, ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം പറയണത്, അഖില് ഒരു സ്ക്വയർ പീസ് ഓഫ് ലെങ്ത് ഏരിയ 125 സെൻറ്റിമീറ്റർ ഉണ്ട് അഖിലിൻ്റെ കയ്യിൽ ഒരു സ്ക്വയർ ഉണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ പീസ് ഹാൻഡ് കർച്ചീഫ് ഉണ്ട്. അതിൽ ഒരു ഹാൻഡ് കർച്ചീഫ് അല്ല, ഒരു പീസ് ഓഫ് ക്ലോത്ത് ഉണ്ട്. അതിൻ്റെ സ്ക്വയർ 125 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. നൗ ഹി വാണ്ട്സ് ടു നോ ഇഫ് ഹി ക്യാൻ കട്ട് ഔട്ട് എ സ്ക്വയർ. ഇതൊന്ന് അഖിലിന് ഹാൻഡ് കർച്ചീഫ് ഉണ്ടാക്കണം. ഹാൻഡ് കർച്ചീഫ് അതായത് ഡിഫറെൻറ്റ് ഹാൻഡ് കർച്ചീഫ് ഉണ്ടാക്കണം, ഡിഫറെൻറ്റ് സ്ക്വയേഴ്സ് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ ഉള്ളത് അഖിലിന് എടുക്കണം, സോ ദാറ്റ് ഏകദേശം ഈക്വലായിട്ട് മാറുക എന്നുള്ളതാണ് അഖിൽ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഖിലിന് സ്ക്വയർ റൂട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു ടൈലർക്കും നമ്മുടെ മാത്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 125 അത് ഏതിൻ്റെയൊക്കെ ഇടയിലാണ്? 10 സ്ക്വയറിൻ്റെ മേലെയാണ് അല്ലേ. പിന്നെ ഏതിൻ്റെ ഇടയിലാണ്? 15 സ്ക്വയർ എത്രയാ? 225. ഇതിൻ്റെ നടുവിലാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് 10 സ്ക്വയർ അറിയാം. 11 സ്ക്വയർ എത്രയാ? 11 സ്ക്വയർ എത്രയാ? 121. അപ്പം 11 സ്ക്വയർ എടുത്തു. 12 സ്ക്വയർ എത്രയാ? 144 അല്ലേ. അപ്പോൾ 121-ൻ്റെയും 144-ൻ്റെയും ഇടയിലാണ് ഇത്. ഇതിനോട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള നമ്പർ എത്ര? ഏതാ? 11 അല്ലേ. അപ്പോൾ അഖിലിന് 11 സെൻറ്റിമീറ്റർ ഉള്ള ഹാൻഡ് കർച്ചീഫ് ഇതിന്ന് വെട്ടിയെടുക്കാവുന്നതാണ് ഏകദേശം. അപ്പം അഖിലിന് അത്രയും ഹാൻഡ് കർച്ചീഫ് കിട്ടുന്നതാണ്.